ഗോപകുമാർ സർ 2 വാക്ക് സംസാരിക്കാം. ബഹുമാന്യരെ, ഒരാളെ പറ്റി സിന്ധുവിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടതിലുള്ള സന്തോഷം. 11 കൊല്ലം കൊണ്ട് മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. 11 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സിന്ധുവിൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇങ്ങോട്ട് വന്നപ്പോൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോസിറ്റീവ് നല്ലതായി എന്നാണ്. അപ്പോൾ മുമ്പ് മോശമായിരുന്നു. അതല്ല, പുള്ളി കുറേ കൂടെ മുന്നോട്ട് പോയി എന്ന അർത്ഥത്തിൽ എടുത്താൽ നല്ലതായി, സ്ട്രോങ് ആയെന്നുള്ളത്. സ്ട്രോങ് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു വളരെ സ്ട്രോങ് ആയ ഒരു വ്യക്തിയായിട്ട് സിന്ധു മാറിയതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും വലിയ ശക്തിയായിരുന്നു കേരളത്തിൽ. എന്തോ ഒരു വലിയ ബോൾഡായിട്ട് ഇടപെടുന്ന ഒരു വനിതയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നല്ല ഒരു നേതൃത്വ ശേഷിയുള്ള ഒരു പെൺകുട്ടിയായി, അതൊരു കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് എന്നാലും കൊള്ളാം. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു സ്റ്റേജും കൂടെ കൊടുക്കേണ്ടിയിരുന്നു. അതൊരു വേറൊരു അവസ്ഥയിലായ വേണ്ടിയിരുന്നു. നമ്മൾ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി ബന്ധുവിൻ്റെ വരുമ്പോൾ ബന്ധുവിൻ്റെതായ വളർച്ച, ആ മുമ്പ് കാലഘട്ടവും ഈ കാലഘട്ടവും ഇവിടുത്തെ ഓരോ വിഷയങ്ങൾ ഭാരത് സേവക് സമാജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ളതും അതിൽ സിന്ധുവിലൂടെ അറിയപ്പെട്ടതും അതിലെന്തൊക്കെയാണ് ഒരു ക്ലാരിഫിക്കേഷൻ, അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ലൈനിലേക്ക് വരിക. എന്നെ ഇന്ന് രാവിലെ മറ്റേ സിന്ധു എന്നെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരു മരണാനന്തര കാര്യത്തിൽ പോയിരിക്കുകയായിരുന്നു. ദൈവം മരിച്ച് അതിൻ്റെ 16 അടിയന്തരത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടല്ലേ? ഇവിടെ ഈ 16 ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇരുളൂര് എൻ്റെ വീട്ടിൻ്റെ താഴെ ഉണ്ടായിരുന്ന ദൈവം മരിച്ചുപോയി. എൻ്റെ വീടിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയായിട്ട് ഇരുളൂർ ജംഗ്ഷൻ. അതിൻ്റെ 16, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേര് സുരേഷ് എന്നായിരുന്നു, സുര. അവിടെ ഒരു കാവടിയാനെന്ന് പറഞ്ഞ അങ്ങേരുടെ ഒരു ശേഷകാരനാണ് പുള്ളി. കൊച്ചിയിലെ തന്നെ അവർക്ക് കുറേ എരുമയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പം സുരയെന്നായിരുന്നു പേര്. ഇപ്പം ഈ എരുമയൊക്കെ വളർത്തുന്നതുകൊണ്ട് പുള്ളിയെ എരുമ സുര എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഇപ്പം എരുമ സുര ഇങ്ങനെ വളർന്നു വന്നപ്പോൾ പുള്ളി വളരെ വലുതായി വന്നപ്പോൾ പുള്ളി പാർട്ടിയിലൊക്കെ ചേർന്നപ്പോൾ എരുമ സുര എന്ന് പറയുന്നത് ഒരു മോശമായി. അതുകൊണ്ട് യേസു എൻ്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടല്ലോ, എരുമയുടെ ഏയും സുരയുടെ സു, യേസു എന്നാക്കി. അങ്ങനെ യേസു യേസു എന്ന് വിളിക്കുമ്പോൾ അതൊരു കുറേ നാൾ ചെന്നപ്പോൾ ആളുകൾക്ക് അതൊരു ശരിയല്ല. അത് ചിലർ ചേർന്ന് ഗോഡ് എന്ന് പേരിട്ടു. ഗോഡ്, പുള്ളിയെ കാണുമ്പോൾ ഗോഡ് താവരണം എന്നായി. അവസാനം കാലാന്തരത്തിലേക്ക് ഒരു സവർണനം സംഭവിച്ച് ആ ഗോഡ് ദൈവമായി. അവസാനം ദൈവമായിട്ടാണ് പുള്ളി അടക്കം ചെയ്തത്. ദൈവമായി അറിയപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ ഈ സന്ദർഭമായിട്ട് യോജിക്കണമെന്നുമല്ല, ഏതെങ്കിലും ഒരു പരിണാമത്തിലൂടെ ദൈവമായി ക്ഷമിക്കപ്പെടുന്നതിനെ പറ്റിയുമല്ല ഞാൻ പറഞ്ഞത് കേട്ടാ. ചുറ്റുപാടുകളും സമൂഹവും വിധിച്ചു തരുന്ന പേരിലൂടെ നമ്മൾ മഹാനായിട്ട് മാറാം, അല്ലേ? കർമ്മം കൊണ്ടും മാറാം. കർമ്മം കൊണ്ട് വലിയ ദൈവങ്ങളായി മാറിയവരാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ആ വന്ന കാര്യങ്ങളിൽ നിന്ന് ഇന്ന് വരെയുള്ള വളർച്ചയിൽ നിങ്ങൾ കർമ്മസ്ഥാനത്തിലൂടെ എത്തപ്പെട്ട ആ മഹോന്നതിയെപ്പറ്റി പറയാനാണ് ബന്ധുക്കളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? എന്തായാലും കേട്ടതിൽ നന്ദി, സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ? ഇന്ന് ഭാരതീയ സമാജിൻ്റെ ഒരു സ്നേഹോപകാരം നമ്മുടെ വിശിഷ്ട വ്യക്തിയായ ശ്രീ ഗിരീശൻ സാറിന് BSSൻ്റെ ഡയറക്ടർ ജനറലും ആയ ശ്രീമതി ജയ ശ്രീകുമാർ മാഡവും അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സ്മിത മനോജും കൂടി ചേർന്ന് അദ്ദേഹത്തിന് സ്നേഹോപഹാരം അർപ്പിക്കുന്നു. സ്വീകരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സിന്ധുവിൻ്റെ മറുപടി പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഒരു വേറിട്ട പരിപാടി ആദ്യം തുടങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ചു ആരെയാ കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിച്ചു. നേരത്തെ മാമൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട്, ആരെ വേണോ സെലക്ട് ചെയ്യാം ഇങ്ങനെ ആലോചിച്ചു. അപ്പം ആദ്യം വന്ന രൂപം അല്ലെങ്കിൽ മുഖം മാമൻ്റെത് തന്നെയാണ്. അതിനൊരു കാരണവുമുണ്ട്. എല്ലാവർക്കും പറയാനായിട്ട് അച്ഛൻ, അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് മാമനെയാണ്. അച്ഛൻ ചെയ്തു തരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് മാമനാണ്. ജനിച്ചത് വളരെ സാധാരണ കുടുംബത്തിൽ, അത് മാമയോട് പറഞ്ഞു. വളരെ കഷ്ടപ്പാടിലാണ് അവരെല്ലാവരും ജീവിച്ചതെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ആ കഷ്ടപ്പാടൊക്കെ കേട്ടാണ് വളർന്നത്. എൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അമ്മ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പണ്ട് അമ്മാമ്മയുടെ സമയത്ത് ഒരു 7 മക്കളാണല്ലോ, ഭക്ഷണം ഉണ്ടാവില്ല. ഇപ്പം മൂത്ത മാമനാണ് എല്ലാ ജോലിക്കും ഒക്കെ പോകുന്നത്. ഇവർ തമ്മിലും നല്ല ഏജിൻ്റെ വ്യത്യാസമുണ്ട്. എൻ്റെ അമ്മയെക്കാളും ഏകദേശം 10ഓളം വയസ്സിന് താഴെയുള്ള ആളാണ് എൻ്റെ മാമൻ. അപ്പോൾ അമ്മാമ്മയും മാമനുമാണ് മൂത്ത മാമൻ. മാമന് ഏകദേശം 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് അലക്ക് ജോലിയാണ്, എൻ്റെ കുടുംബത്തിന് അലക്കുന്ന ജോലിയാണ്. അപ്പോൾ ആ അലക്കി കിട്ടുന്ന വളരെ തുച്ഛമായ തുകയിൽ നിന്നും ചോറ്, കഞ്ഞി, അരി, അല്ലെങ്കിൽ രാവിലെ ഒന്നും അവർക്കൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. രാത്രിയാണ് അമ്മാമ്മയും മാമനും കൂടി തിരിച്ചു വന്നിട്ടാണ് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചോറ് വെച്ച കളത്തിൽ ഒന്നും കാണത്തില്ല. അപ്പം അതിൽ എൻ്റെ മൂത്ത മാമൻ കഞ്ഞി കുടിക്കൂല. അപ്പം അമ്മാമ്മ ഈ ചോറ് വളരെ കുറച്ച് അരി ഉണ്ടാവുള്ളൂ, അതിലെ ഉണ്ടാവുന്ന ചോറിനെ മാത്രം ഊറ്റി എൻ്റെ മൂത്ത മാമന് മാറ്റി വെച്ചേക്കും. കാരണം മാമൻ കഞ്ഞി കുടിക്കൂലല്ലോ. ബാലൻസ് വെള്ളം അതിലെ ഉണ്ടാകുന്ന 1 or 2 വറ്റ് ആണ് ബാക്കി മക്കൾക്കൊക്കെ കൊടുക്കുന്നത്. എൻ്റെ അമ്മ അതിൽ കുറുമ്പ് കൂടുതലുള്ള ഒരാളാണ്. അമ്മയ്ക്ക് ആർത്തിയായിരുന്നു. അമ്മ പറയും, ചിമ്മിനി വിളക്കാണല്ലോ, ആ വിളക്കിന് അമ്മ ഊതിക്കെടുത്തും, കെട്ടിയിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്നവരുടെ കഞ്ഞിയും കൂടി അമ്മ എടുത്ത് കുടിക്കുമായിരുന്നു. അമ്മ കുടിക്കുമെന്ന് പറയാം. കാരണം വിശപ്പ് അത്രത്തോളം ഉണ്ട്. അത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ആ വളർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് എന്തുണ്ട്, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ, നിനക്ക് തരുന്നില്ലേ എന്നൊക്കെ അമ്മ ചോദിക്കും. അപ്പം അത് കേട്ടും കണ്ടുമാണ് ഞങ്ങളെ പോലുള്ള എൻ്റെ തലമുറ വളർന്നത്. എൻ്റെ മൂത്ത ആളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത. ഈ 7 അമ്മമാരും അമ്മാമ്മയുടെ കൂടെ 5 പേര്, 5 അമ്മമാരെന്നാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ അമ്മാമ്മയുടെ അനിയത്തിമാരും. ഈ 5 അമ്മമാരുടെയും മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കള്, മക്കള് 5ാമത്തെ തലമുറയുണ്ട്. ഇപ്പം മോളെന്ന് പറഞ്ഞത് 5ാമത്തെ തലമുറയാണ്. അതിൽ ഏറ്റവും മൂത്തയാളാണ് ഞാൻ. മക്കളിൽ തുടങ്ങുമ്പോൾ ഏറ്റവും മൂത്തയാൾ, നമ്പർ 1. ആ ഒരു സ്വാതന്ത്ര്യം, സ്പേസ് എനിക്ക് എന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സ്പേസാണ് ഞാൻ എല്ലായിടും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ആ സ്പേസ് ഉണ്ടാക്കി തന്നതും എൻ്റെ മാമൻ തന്നെയാണ്. പഠിക്കാനായാലും കുഞ്ഞിലെ പറഞ്ഞു തന്ന കാര്യങ്ങളായാലും എല്ലാവരെയും അച്ഛൻ കയ്യിൽ കൊണ്ടുനടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുനടന്നിരുന്നത് മാമനാണ്. എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല. എല്ലാവരും വളരെ യാഥാസ്ഥികമായ അമ്പലവാസികളെന്ന് തന്നെ പറയാം. എല്ലാവരും അങ്ങനെയാണ്, വെറും സാധാരണക്കാരാണ്. അവർക്ക് ഇന്നും ഞാൻ എപ്പോഴും പറയുന്നത് അവർക്ക് കള്ളമൊന്നും അറിയത്തില്ലെന്ന്, ഉള്ളതുപോലെ പറയും. അങ്ങനെയാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ആ തലമുറയിലുള്ള ഒരാൾ മാമനാണ്. മാമനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ മുഴുവൻ കാരണം എൻ്റെ മാമനാണ്. എൻ്റെ കല്യാണം നടത്തിയത് മാമനും കൊച്ചന്മാരൊക്കെയാണ്. അച്ഛൻ വളരെ മോശമാണ്. അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ്. കുടുംബമൊന്നും നോക്കിയിട്ടില്ല. അമ്മയെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. കുറേ കഷ്ടപ്പാട് എൻ്റെ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അച്ഛനെ കൊണ്ട്. അവിടെ എല്ലാം എൻ്റെ അമ്മയെ പിടിച്ചു കൊണ്ടുപോയ ആള് ഇവരൊക്കെയാണ്. കുടുംബമാണ് ഞാനൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വളർന്ന ഒരാളാണ്. അത് മാറിയിട്ടൊരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ എൻ്റെ കല്യാണം നടത്തിയത് ഇവരാണ്. കല്യാണത്തിന്റെ സമയത്ത് സാരി എല്ലാ പെൺകുട്ടികളും ഉള്ളതുപോലെ സാരി ആയാലും അതിനിവിടുന്ന ആഭരണങ്ങളെല്ലാം ഞാൻ നേരിട്ട് പോയിട്ടില്ല. മാമനാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നത്. വീട്ടിൽ കൊണ്ടുതരുവാണ് ചെയ്തത്. അപ്പൊ എനിക്കന്ന് കൊലുസിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരുടെ കല്ലിൽ കിടക്കുന്ന കൊലുസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കൊലുസിടാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഇങ്ങനെ കല്യാണത്തിന്റെ കുറെ ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്കിവിടെ ഒരു കൊലുസൂടെ വാങ്ങിച്ചു തരുമോ മാമ എന്ന് ചോദിച്ചു. മാമ അന്ന് തന്നെ പഴക്ക് പറഞ്ഞു, ഇത്രയും പൈസയൊന്നുമില്ല, കൊലുസൊക്കെ വാങ്ങണമെങ്കിൽ പൈസയാവും, കൊലുസൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ കാര്യമാക്കിയില്ല. കല്യാണത്തിന്റെ അന്ന് കല്യാണ മണ്ഡപത്തിൽ കയറുന്നതിന്റെ എനിക്ക് 10-15 മിനിറ്റ് മുന്നേ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടൊരു കൊലുസ് വന്നിട്ട് പറഞ്ഞു, മക്കൾ കുറെ ആഗ്രഹിച്ചതല്ലേ കൊലുസിടാൻ, ഇനി ഇതിടാതെ കയറണ്ട, നീ ഇതിട്ടിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. 2 കാലിലും അവൻ തന്നെ ഇട്ട് വന്നത്. അതുകൊണ്ടാണ് കയറിയത്. അതാണ് മാമൻ. എൻ്റെ കുടുംബത്തിൽ ഏത് കാര്യത്തിലും ഞാൻ മുന്നിൽ തന്നെയാണ്. അത് മാമൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ഒരു കാര്യത്തിലും പുറകിലല്ല. നമ്പർ 1 തന്നെയാണ് സിന്ധു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ സംഘടനയുണ്ട്. 5 അമ്മമാരും മക്കളും എല്ലാവരും കൂടെ. ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ കൂടപ്പിറപ്പെന്നുള്ളതല്ല, എൻ്റെ മാമന്മാരായാലും കുട്ടികളായാലും അവരുടെ ആയാലും ഞങ്ങളെല്ലാം ഒന്നാണ്. നമുക്കൊരു കാര്യം വന്ന ആരും ഞങ്ങളെ പുറകിൽ എല്ലാവരും കാണും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അത് ഒരിടത്തും കാണാൻ വളരെ അപൂർവമായി കാണുന്ന ഒരു കാര്യമാണത്. അത് ഞങ്ങൾക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. മാമൻ പറയുന്നത് തന്നെയാണ്, പണത്തിനല്ല പ്രാധാന്യം, നല്ല മനസ്സിനാണ്, നല്ല ചിന്തയ്ക്കാണ്. കുറേയൊക്കെ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. മാമൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുള്ള ഒരു ദോഷം എനിക്ക് അമിതമായി തോന്നുന്ന ദേഷ്യമാണ്. അത് എന്നെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ട്. അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ദേഷ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എൻ്റെ കുറേ ചുറ്റുപാടുകൾ, ഞാൻ വളർന്ന സാഹചര്യം, അതിൽ നിന്നൊക്കെ അറിയാതെ കയറിയ ഒരു ഇതാണ്. അതെനിക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത്. മാമൻ നല്ല വഴക്കും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ വഴക്ക് വന്നിട്ടുണ്ട് കാര്യം. കാരണം ഞാൻ എടുത്തിടിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷേ എല്ലായിടത്തും എൻ്റെ 5 അമ്മമാരുടെ മക്കളുടെ മക്കളിലും ഒക്കെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ, ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അത് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാമൻ ഭയങ്കര ദൈവവിശ്വാസമാണ്. എൻ്റെ മാമനൊന്നല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ അടുത്തെറിഞ്ഞു പോകുന്നവരാണ് എല്ലാവരും. അതിൽ നിന്ന് ഇത്തിരി വ്യത്യാസം വന്നത് എനിക്ക് മാത്രമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇവരൊക്കെയാണ്. എനിക്ക് അമ്പലത്തിലെ ദൈവത്തിനേക്കാളും മറ്റ് ദൈവങ്ങളെക്കാളും ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ മാമനും എൻ്റെ അമ്മമാരും ഒക്കെയാണ്. കാരണം അവരാണ് എൻ്റെ എല്ലാം. എൻ്റെ അമ്മയ്ക്ക് 65 വയസ്സൊക്കെ ആവും. പക്ഷെ എൻ്റെ അമ്മ നിങ്ങളാരും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയെ കണ്ടപ്പോൾ അത് വൃത്തിയാണെന്ന് തോന്നും. അത്രയ്ക്ക് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ജീവിച്ച ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷേ ആ അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഇപ്പോഴും എനിക്ക് ഈ പ്രായത്തിലും അത് വളരെയധികം അറിയുന്ന ഒരു എൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പറയുന്ന എന്തോ അമ്മയ്ക്ക്
വേദവാക്യം പോലെയാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാലേ വിശ്വാസമുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മ. അപ്പോ അങ്ങനെ ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്. ആ കുടുംബത്തിൽ ജനിച്ചതിൽ വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മാമനോട് ഈ അവസരം ദൈവമായി തന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളെയൊക്കെ വളർത്തി ഒരച്ഛൻ, ഒരു മാമൻ, എന്തൊക്കെയാണ് ഒരു കൂട്ടുകാരൻ, എല്ലാ തരത്തിലും ഞങ്ങളെ വളർത്തി. എന്നെ മാത്രമല്ല, എൻ്റെ അനിയത്തിമാരെയും എല്ലാവരെയും, ഞങ്ങളെ കുടുംബത്തിലെ ഓരോരുത്തർക്കും മാമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും നന്നായാണ് ഞങ്ങളെ നോക്കി. ഇപ്പോഴും ഒരാവശ്യത്തിനെല്ലാം ഉണ്ടാവുന്ന ഒരാളാണ്. കുടുംബത്തിലെല്ലാവരും എന്നാലും ഒക്കെ നമ്പർ 1 ആയിട്ടുള്ള ഒരാളാണ് മാമൻ. അങ്ങനെ ഒരു അവസരത്തിൽ നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അത് തീരെ ചെറുതായി പോകും. അതിനപ്പുറം എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഈ അവസരത്തിൽ ഞാൻ മാമനോട് പറയുന്നു. ഒരുപാട് സന്തോഷം. ദൈവം ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരെ തന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയത് എന്നുള്ളതാണ്. സിന്ധുവിന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, സിന്ധു പഠിച്ചിട്ടുണ്ടെങ്കിൽ, സിന്ധു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, സിന്ധുവിന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, സിന്ധുവിൻ്റെ മകൻ, സിന്ധുവിൻ്റെ കുടുംബം, സിന്ധുവിൻ്റെ അമ്മ, സിന്ധുവിൻ്റെ കൂടപ്പിറപ്പുകൾ എല്ലാം ഓരോരുത്തരെയും അതിൻ്റെ മുന്നിൽ കൊണ്ടു എത്തിച്ച ഒരാളാണ് എൻ്റെ മാമൻ. 1000 നന്ദിയല്ല, സ്നേഹം. നമസ്കാരം. നന്ദി പറയാനായിട്ട് ശ്രീമതി ശ്രീലത ക്ഷണിച്ചോളൂ. ഭാരതസേവ സമാജിൻ്റെ ബന്ധുജന ശബ്ദം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ബന്ധുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ BSSൽ അവസരം തന്ന ബാലേന്ദ്ര സാറിനാണ് ഞാനും എൻ്റെ BSSലെ അംഗങ്ങളും ചേർന്ന് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗം ചെയ്ത ജോയിൻറ്റ് ഡയറക്ടർ സിന്ധു മധു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗം ചെയ്ത ജയ മാഡം, അസിസ്റ്റൻ്റ് ഡയറക്ടർ അധ്യക്ഷ സ്ഥാനം വഹിച്ച സ്മിത മനോജ്, ഇവർക്കും എൻ്റെയും BSSൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മുടെ ഒപ്പം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ഒരുപാട് ജീവിതാനുഭവങ്ങൾ പറയുകയും അറിവുള്ള കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് നമുക്ക് അറിവ് പകർന്നു തരികയും ചെയ്ത M. ഗിരീഷ് സാറിനും എൻ്റെയും BSSൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറുപടി പ്രസംഗം ചെയ്ത സദ്ഭാവന പബ്ലിക്കേഷൻ ഓഫീസർ സിന്ധു സുരേഷിനും ഗോവ സാറ്, മഞ്ജു മാഡം, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तब शुभ नामे जागे, तब शुभ आशीष मांगे, गाहे तब जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।